എൻ്റെ സംസാരത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവാണ്. ആൺ സുഹൃത്ത് പെൺ സുഹൃത്തിനെ കുത്തിക്കൊന്നു. ഇഷ്ടം പോലെ ആൺ സുഹൃത്തിന്റെ കുത്തേറ്റ് പെൺ സുഹൃത്ത് മരണപ്പെട്ടു. 16 കൊല്ലം ഒന്നിച്ച് പെൺ സുഹൃത്തായി കൊണ്ടു നടന്ന ആളെ ഡൽഹിയിൽ ഒരു ആൺ സുഹൃത്ത് അടുത്ത ദിവസം നിരവധി കുത്തിയിട്ടാണ് കൊന്നത്. വിവാഹമാണെങ്കിൽ ചോദിക്കാനും പറയാനെങ്കിലും ആൾക്കാരുണ്ടാവും, നറങ്ങി ചുരുങ്ങിയത് ബന്ധുക്കളെങ്കിലും ഉണ്ടാവും. ഇവിടെ ചങ്ങാതി കോടതിയിലോ മഹല്ലത്തിലോ ഒരു രേഖയെങ്കിലും കാണും. നിന്റെ ലിവിങ് ടുഗദറിന് എന്ത് നിയമം, എന്ത് അംഗീകാരം, എന്ത് ബന്ധുത്വം? അപ്പോ എല്ലാ സംഗതികളെയും തച്ച് തകർക്കുക, നാണല്ലാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കുക. നാട് മാറുകയാണ്. ഇത്രയും പറഞ്ഞാൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഇന്നത്തെ സന്ദേശം പൂർണ്ണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹമൊക്കെ ഇങ്ങനെയാണ് ഇല്ലാതാവുന്നത്. സമുദായങ്ങൾക്കിടയിൽ മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ മാത്രമല്ല, വീടുകൾക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത്, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ. പിന്നെ ഇപ്പം മക്കൾ സ്നേഹമില്ലാതെ വളരുമെന്ന് പറഞ്ഞാൽ മക്കൾക്ക് സ്നേഹം കിട്ടുന്നുണ്ടോ? മക്കൾക്കാരാ സ്നേഹം കൊടുക്കണത്? മക്കൾക്ക് സ്നേഹം കിട്ടിയിട്ട് വേണ്ടേ അവർ മറ്റുള്ളവർക്ക് കൊടുക്കാൻ? മക്കളെ ചേർത്ത് പിടിക്കുവോ? മക്കളൊക്കെ നേർച്ച കോഴികളെ പോലെ വളർത്തുകയാണ്. നല്ല മാർക്ക് വാങ്ങി പാസ്സാവ്, ഉടനെ നല്ലൊരു ജോലി ചേര്, കാശുണ്ടാക്കിയിട്ട് കുടുംബം നോക്ക്. മാതാവിന്റെ കോന്തല പിടിച്ച് കരയാനുള്ള അവകാശം കുട്ടിക്ക് കൊടുക്കുവോ? അതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചെറുപ്പത്തിൽ ഉപ്പ ഒരു സ്ഥലത്ത് പഠിക്കാൻ പറഞ്ഞയച്ചു. അവിടെ സ്കൂളിൽ ചേർത്തു. കുറച്ച് ദൂരെയാണ്. ഉമ്മയെ കാണാനില്ലാതെ, ഉമ്മയിൽ നിന്നകന്നു. അപ്പം എനിക്ക് ഉമ്മയെ കാണണം. അപ്പം എനിക്ക് ആദ്യം വരാൻ തുടങ്ങി. എനിക്ക് വയറുവേദന പോലെ തോന്നും. ഉള്ള മരുന്ന് മുഴുവനും ഞാൻ കഴിച്ചു. ചുണ്ണാമ്പ് കലക്കി തന്നു എനിക്ക് അവിടെ നാട്ടുകാർ. 100 ചുണ്ണാമ്പ് നമ്മളെ വെറ്റിലയുടെ കൂടെ വയറുവേദന നിൽക്കാൻ. ഈ മുരിങ്ങയുടെ ഇല എടുത്തിട്ടൊക്കെ ഒരുപാട് നീര് ഞാൻ കുടിച്ചു. എന്നെ കൊണ്ട് മനുഷ്യന്മാർ അവിടെ ഉള്ളവരെല്ലാം കുടിപ്പിച്ചു എൻ്റെ വയറുവേദന മാറാൻ. എൻ്റെ വയറുവേദന ഒന്നുമല്ല, കോട്ടക്കലേക്ക് പോകുന്ന ബസ് നോക്കി നിൽക്കും ഞാൻ. അതിൻ്റെ ബോർഡ് കണ്ടാൽ എൻ്റെ കണ്ണീരിങ്ങനെ ഒലിക്കാൻ തുടങ്ങും. ഉമ്മയെ ഓർത്തിട്ട് ഉടനെ ഉമ്മയുടെ അടുക്കലെത്തണം. ചിലപ്പോൾ ഞാൻ ചാടിപ്പോവും. ഉമ്മ വീട്ടിലെ ജോലി എണ്ണുമ്പോൾ ഞാൻ ഓടിയെത്തും. ഉപ്പാക്ക് ഞാൻ പഠിച്ച് അവിടെ നിന്നിട്ട്, അത് ഉപ്പാക്കൊരു സംവിധാനമായിരുന്നു. പകലാവുമ്പോൾ അവിടെ ദർസ് പോവാം, സ്കൂളിലും പോവാം. പഠിക്കണം എന്നുള്ളതാണ് ഇപ്പം എൻ്റെ നിശ്ചയം. അത് കുറച്ച് ദൂരെയാണ്. അങ്ങനെ എൻ്റെ സ്കൂളിൽ കൊല്ലം പോയി. രാവിലെ ഞാൻ എത്തും ഉമ്മയുടെ മുമ്പിൽ. എടാ നീ പിന്നെയും പോന്നല്ലേ നോക്കും. എൻ്റെ മുഖത്തേക്ക് നോക്കും. ഞാൻ ഒന്നും പറയാതെ അങ്ങോട്ടും നോക്കി നിൽക്കും. പിന്നെ ഉമ്മയുടെ വയറ്റത്തൂടെ കൈയിട്ട് ഞാൻ കിടന്നുറങ്ങും. ഞാൻ ചെയ്തിരുന്നൊരു കാര്യമാണ് എൻ്റെ ചെറുപ്പത്തിൽ. ഉമ്മയുടെ വയറ്റത്തൂടെ കൈയിട്ട് ഞാൻ കിടന്നുറങ്ങും. ഉമ്മക്ക് അസുഖമായിരുന്നു, ആസ്തമ. അത് ചില സമയത്ത് വളരെ കൂടുതലാവും. ഉമ്മ ശ്വാസം മുട്ടൽ വന്നിട്ട് ബുദ്ധിമുട്ടുമ്പോൾ കണ്ടു നിന്ന് വിഷമിക്കും. ഒരു ചെറിയ പെരുന്നാക്ക് എല്ലാവരും നാട്ടിൽ ജുമഅക്ക് പോകുമ്പോൾ ഉമ്മക്ക് കലശലായ ശ്വാസം മുട്ടലുണ്ടായി. മസ്ജിദ് നിസ്കാരം കഴിഞ്ഞ് വന്ന് ഉമ്മയെ കൂട്ടി തിരൂർ ആശുപത്രി കൊണ്ടുപോയി. എൻ്റെ ഉടുപ്പ് മുഴുവൻ ഉമ്മ ചോര ഛർദ്ദിച്ചു. എൻ്റെ തുണിയും കുപ്പായൊക്കെ ഉമ്മയുടെ രക്തം. ഞാൻ അതിനെപ്പറ്റി പറയും, രക്തം രക്തത്തോട് ചേർന്നു. എൻ്റെ രക്തം എൻ്റെ ഉമ്മ ഒരു വലിയ പണ്ഡിത കുടുംബത്തിൽ, സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കുടുംബത്തിലാണ് ജനിച്ചത്. മഹാപണ്ഡിതന്മാരുടെ, മഖ്ദൂമുമാരുടെ എല്ലാവർക്കും നന്മ ചെയ്തിരുന്ന ഉമ്മ മരിക്കുമ്പോൾ ചെറുപ്പമായിരുന്നു. തിരൂരിൽ നിന്ന് ഞാൻ പുറത്തേക്ക് മരുന്ന് വാങ്ങാൻ പോയി. മരുന്ന് വന്ന് ഞാൻ വാങ്ങി വന്ന് നിൽക്കുമ്പോൾ ഉമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചൊരു ടാക്സി കൊണ്ടുവന്നു വീട്ടിലേക്ക്. ഉമ്മയുടെ ദേഹം മടി കിടത്തി. പെങ്ങൾ മാത്രമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാറിൽ കിടത്തിയപ്പോൾ കാല് പുറത്തേക്കാണ്. അപ്പോൾ ഒരു തോർത്തുണ്ടുകൊണ്ട് കാല് പൊതിഞ്ഞു. പഴയ കാറ്, ടാക്സി കാർ. ഉമ്മയുടെ നാട്ടിലേക്ക് കാറ് വിട്ടു.
പെങ്ങൾ പറഞ്ഞു അവിടെ ഖബറടക്കാനായിരിക്കും കുടുംബത്തിൽ ഉമ്മാൻ്റെ ബന്ധുക്കൾ, അമ്മാമ്മമാർ, ഒരുപാട് ആൾക്കാർ. അന്ന് മാത്രം ഉപ്പ എന്നോട് അതൃപ്തിയോടെ നോക്കി. കാരണം ഉപ്പ ഒരു ഖബർ ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് കുഴിച്ചിട്ടിരുന്നു ഉമ്മാക്ക് വേണ്ടി. മറ്റൊരു സ്ഥലത്തേക്കാണ് ഉമ്മ എത്തിയത്. ഉമ്മയുടെ നാടാണ്, ഉമ്മയുടെ വാപ്പമാരൊക്കെ ഉള്ള വളരെ പണ്ഡിതന്മാർ കിടക്കണേ അച്ചിപ്പുറ വലിയ ജമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനാണ്. പക്ഷെ ഉപ്പ ആഗ്രഹിച്ച പോലെ ആ ഖബർ ഇന്നും അവിടെ കിടക്കണം. ഇന്ന് ഉപ്പയുടെ ഖബറിൻ്റെ അടുത്ത് ആ ഖബർ മൂടി കിടക്കുക. ഇങ്ങനെ നമ്മെ ജീവിതത്തിൽ നമ്മളാക്കുന്നത് എന്ത് എന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം കൊണ്ടും കാര്യമില്ല. എൻ്റെ ഒരു പ്രസംഗം ഇന്നലെ എനിക്കൊരാൾ അയച്ചു തന്നു. ഞാൻ കരുനാഗപ്പള്ളി ചെയ്ത പ്രസംഗമാണ്. അന്ന് കട്ട് ചെയ്തിട്ടൊരു വീഡിയോ ക്ലിപ്പാണ്. എന്താ പ്രസംഗത്തിൻ്റെ പേര് എന്നറിയോ? അവർ കൊടുത്തിരിക്കുന്ന ഹെഡിങ്, ആർക്ക് വേണം മാർക്ക്, കുട്ടികളോട് സമദാനി. ആർക്ക് വേണം മാർക്ക്, കുട്ടികളോട് സമദാനി. ഇന്നലെ രാത്രി ആൾ എനിക്ക് അയച്ചെന്നാണ്. അമീർ, ഞാൻ പ്രസംഗിച്ചതാണ്. ആർക്ക് വേണടോ മാർക്ക്? എല്ലാവർക്കും ഉണ്ട് 90%, 99%. മനുഷ്യനറിയില്ല, പെരുമാറാൻ അറിയില്ല, മാതാവിനറിയില്ല, പിതാവിനറിയില്ല, ജീവിതത്തെ പറ്റിയൊരു ഗന്ധമില്ല. എൻ്റെ ഒരു സുഹൃത്ത്, അവൻ്റെ കുട്ടി രാവിലെ സ്കൂൾക്ക് മാതാവിന് ഉമ്മ കൊടുത്തിട്ടാ പോയത്. വരുമ്പോൾ ഒരു കയറ് വാങ്ങിയിട്ട് വീട്ടിൻ്റെ മുകളിൽ തൂങ്ങി അങ്ങ് മരിച്ചു. ഞാൻ അവനെ ആശ്വസിപ്പിക്കാൻ പോയി. എന്നോടെല്ലാവരും പറഞ്ഞു സമദാനി സാഹിബ് പോണം, അവനൊരു ആശ്വാസമാവും. പോയി. അവൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് മെല്ലെ ഇങ്ങനെ പറയാൻ നോക്കി. അവൻ ഉടനെ വിഷയം മാറ്റി. അപ്പോൾ ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അവനത് കേൾക്കാനേ സാധിക്കുന്നില്ല. അവൻ എന്നോട് വേറെ ഓരോന്ന് പറയാൻ തുടങ്ങി. ഞാനും വേറെ ഓരോന്ന് പറഞ്ഞ് അവിടുന്ന് പോന്നു. എന്തിനാ ഈ കുട്ടി ചെയ്തത് നീ നിമിഷം വരെ ആർക്കും അറിയില്ല. അതിലെന്നെ ഞെട്ടിപ്പിച്ചത്, അവന് തൂങ്ങാനുള്ള കയറ് അവൻ വാങ്ങി, കാശ് കൊടുത്ത് വാങ്ങി. ഈ മക്കൾ എങ്ങനെ ആക്കുന്നത് ആരാണ്? ഇത് ഈ വലിപ്പമുള്ള മൊബൈലാണോ? ഇതാണോ ലോകം? ഇതിൽ കാണുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ലോകമാണോ ലോകം? മാതാവില്ല, പിതാവില്ല. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയെ കാണാനില്ലാതായി. ഞാൻ അനുഭവങ്ങൾ മാത്രമേ ഇന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. കുട്ടിയെ കാണാൻ ബന്ധുക്കളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പോലീസിനെ വിളിച്ചു, SP യെ വിളിച്ചു. പോലീസ് വലിയ അലർട്ടായി, അത്ഭുതപ്പെടുത്തി കളഞ്ഞു പോലീസ്. അപ്പം തന്നെ ആളുകൾ പുറപ്പെട്ടു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. കുട്ടി എങ്ങോട്ടാ പോയിന്നറിയില്ല. ഒരാൾ കൂടെയുണ്ട്, ബന്ധുക്കൾ എന്നോട് പറഞ്ഞു. കൂടെ ഒരാളുണ്ട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ അവൻ ചെന്ന് നിൽക്കുമ്പോഴും ആ ആള് കൂടെയുണ്ട്. ആള് ഇവിടെ നിന്നുള്ള ആളല്ല, ആള് ഇതിൽ പരിചയപ്പെട്ട ആളായിരിക്കണം. മൊബൈലില് എല്ലാവർക്കും പണിയായി. പോലീസ് ഒരു വാഹനം എടുത്തിട്ട് ബന്ധുക്കളൊപ്പം പുറപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പയ്യൻ ഇറങ്ങിപ്പോണ രംഗം അവിടുത്തെ CCTVയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ ആളപ്പം ആളാരാന്നോ അന്നും അറിയില്ല, ഒന്നും അറിയില്ല. പയ്യനോട് എത്ര ചോദിച്ചാലും മിണ്ടൂല്ല. പയ്യൻ തിരിച്ചെത്തി. പോലീസ് കൊണ്ടുവന്നു. ഏതോ ഒരു അദൃശ്യ ലോകമാണ്. ആർക്കും ഒരു അഡ്രസ്സും ഇല്ല. അതിൻ്റെ ഇടയിൽ കൂടി മറ്റേ സാധനമുണ്ട്. എന്താ ചെയ്യാന്നറിയില്ല. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ വണ്ടി എന്തിനാ അവിടെ നിർത്തിയെന്ന് ചോദിച്ചോളൂ. ഒരു കല്ലെടുത്ത് തലക്കടിച്ചു, കൊന്നു, മരിച്ചു. ഒറ്റ കല്ലാണ്. മയക്കുമരുന്ന് അഡിക്റ്റിന് എന്തും ചെയ്യാം, എപ്പോഴും ചെയ്യാം. മതേ വേണ്ടാത്തതുള്ളൂ, ദൈവമേ പറ്റാത്തതുള്ളൂ. മയക്കുമരുന്നാവാം, മദ്യമാവാം. മാതാവില്ല, പിതാവില്ല. घर लौट करोएंगे माँ बाप अकेले में, घर लौट करोएंगे माँ बाप अकेले में. വീട്ടിൽ പോയിട്ട് മാതാവും പിതാവും ഒറ്റക്ക് കരയും,
വീട്ടിൽ പോയിട്ട് മാതാവും പിതാവും പരസ്പരം മുഖം നോക്കിയിട്ട് കരയും. മിട്ടീക്കെ ഖിലോനെ ഭീ തസ്തസ്തേനതേ മേലേ. എടി, ചന്തയിലെ മണ്ണിനുണ്ടാക്കിയ കളിപ്പാട്ടത്തിന് ഇതിനേക്കാളും വില ഉണ്ടല്ലോടി. ഈ വീട്ടിൽ നമുക്ക് വില ഇല്ലാതായല്ലോ. വാപ്പ ഉമ്മയോട് പറയും, പിന്നെ എന്തിനാ അങ്ങനെ ഒരു വീട്? എന്തിനാണ് വീട്? പിശാചിന്റെ ആലയമല്ലേ അത്? സ്നേഹത്തിന്റെ ആലയാണെങ്കിൽ അമ്മ വാഴണം, അച്ഛൻ ഭരിക്കണം, ബാപ്പ നേതാവാകണം, ഉമ്മ എല്ലാം തീരുമാനിക്കണം. അതാണ് സ്നേഹസംഗമം.